കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇനി 50 രൂപയോ 55 രൂപയോ മുടക്കി പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിൽ ചെയ്യേണ്ട, പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വീട്ടിൽ മേടിക്കേണ്ട. വെറും ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ? എല്ലാവരും ഒന്നും പറയുന്നില്ല, സോറി, ഒരാളെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്ന 2 പേരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എനിക്കിപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ സോൾട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പോസിറ്റീവ് കിട്ടി, പിന്നെ കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് കിട്ടി. അതുപോലെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കി, അതിലെല്ലാം എനിക്ക് പോസിറ്റീവ് കിട്ടി. ദെൻ എനിക്ക് അത് കഴിഞ്ഞ ശേഷം നെഗറ്റീവ് കിട്ടി. ഇതെന്താ ഇങ്ങനെ വന്നേ എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രഗ്നൻസി ആയില്ല, ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇനി ടൂത്ത് പേസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ടൂത്ത് പേസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും ടൂത്ത് പേസ്റ്റ് എടുക്കുന്നു, അതിലോട്ട് നമ്മൾ യൂറിൻ ഇടുന്നു. യൂറിൻ ഇട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ ആ യൂറിൻ അങ്ങോട്ട് ബബിൾസ് പോലെ നല്ലപോലെ ഫോം ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമ്മളിങ്ങനെ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മുടെ യൂറിനിലുള്ള HCG ഹോർമോൺ ഉണ്ട്, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ ഹോർമോൺ. ഈ ഹോർമോണിനെ നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാനായിട്ട് സാധിക്കുന്നത്. വെറും 50 രൂപയോ 55 രൂപയോ മുടക്കി കഴിഞ്ഞാൽ 99.9% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്, നല്ലൊരു ബ്രാൻഡിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ നാളത്തേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ ഇത് വെക്കാവുന്നതാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ മേടിച്ചു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് അടുത്ത മാസം മതിയായിരിക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്തോ അല്ലെങ്കിൽ 1-2 ദിവസം, മാക്സിമം 1 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1 ദിവസത്തിന് ശേഷമാണോ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ താഴെയുള്ള ഭാഗത്ത് വെക്കുക, ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിൽ നിങ്ങളിത് വെക്കുക. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും കുറച്ച് നേരം മുമ്പ് നിങ്ങൾ ഇത് റൂമിൽ എടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ഇതാക്കുക. അങ്ങനെ നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് നല്ലൊരു ബ്രാൻഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പയറി ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ 2 ഡ്രോപ്പോ 3 ഡ്രോപ്പോ യൂറിൻ എത്രയാണോ അവർ ഡയറക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ യൂറിൻ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് 99.9% നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രഗ്നൻസി നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. ഇത് ശ്രദ്ധിക്കുന്നത്, ടെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു പീരിയഡ്സ് മിസ്സായിട്ട് 5, 6, 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം ടെസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള HCG ഹോർമോണിന്റെ ലെവല് നമ്മുടെ യൂറിനിൽ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഏർലി പ്രഗ്നൻസിയിലെ യൂറിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് HCG ഹോർമോണിന്റെ അളവുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ ഉപയോഗിക്കാതെ ടൂത്ത് പേസ്റ്റിന്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ടൂത്ത് പേസ്റ്റിലുള്ള കാൽസ്യം കാർബണേറ്റ് നമ്മുടെ HCG ആയിട്ട് ചേരുമ്പോഴാണ് ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്നത് എന്നാണ് സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മുടെ യൂറിനിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ, അമ്നിയോ ആസിഡിന്റെ വേറെ ഏതെങ്കിലും ആസിഡ് കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ യൂറിനിൽ ഉണ്ടെങ്കിൽ അതും ഇതും തമ്മിൽ ഫോം ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് യൂറിനിൽ ആ ഒരു എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം എന്റെ ഓവുലേഷൻ സമയത്ത് ഞാൻ ഇതുപോലെ യൂറിനേറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ നമ്മുടെ ടോയ്ലറ്റിൽ പോയിട്ട് യൂറിനേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ സാമ്പിൾ ഒന്നും കളക്ട് ചെയ്തില്ല കേട്ടോ. യൂറിനേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ബബിൾസ് വന്നു. ഞാൻ പ്രഗ്നന്റ് അല്ല, കാരണം എന്റെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതാണ്. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാലും പ്രഗ്നന്റ് ആകും, അതുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ എന്റെ ഓവുലേഷൻ ടൈം ആയിരുന്നു ആ ഒരു സമയം. ആ ഒരു ഓവുലേഷൻ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആവില്ല, എനിക്ക് പീരിയഡ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ യൂറിനിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ യൂറിനിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ടെസ്റ്റ് കിറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് ആ ഒരു രീതി നമ്മൾ പരീക്ഷ നോക്കിയിട്ട് ഇത് ഞാൻ പ്രഗ്നന്റ് ആണ്, ഇത് ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴോ ഷാമ്പു ഉപയോഗിക്കുമ്പോഴോ സോൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഒരിക്കലും അത്തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള ടെസ്റ്റ് കിറ്റുകൾ ആരും തന്നെ ഉപയോഗിച്ച് നോക്കരുത്. കാരണം നമ്മളെ മറ്റൊരു രീതിക്ക് പോസിറ്റീവ് ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഓവറായിട്ടൊരു പ്രതീക്ഷ തന്നിട്ട് നമ്മളെ കൊണ്ട് കുഴിയിലോട്ട് ഇടുന്ന രീതിയായിരിക്കും ആ ഒരു ടെസ്റ്റ് കിറ്റിന്. എപ്പോഴും നിങ്ങൾ മെഡിക്കൽ
മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ള 50 രൂപയോ 55 രൂപയോ ഒക്കെ മുടക്കിയിട്ടുള്ള ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു രീതി മാത്രമല്ല, വീട്ടിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് സോൾട്ട് ഉപയോഗിച്ചിട്ട്, ഷാമ്പു ഉപയോഗിച്ചിട്ട്, ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട്, ഇതുപോലെ കോൾഗേറ്റ് ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത്. കാരണം വൈറ്റ് കളറുള്ള പേസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു യൂറിനിൽ നമ്മൾ ആ ഒരു ഓവുലേഷൻ നടക്കുന്നതിന്റെ സമയത്ത്, നമ്മുടെ പീരിയഡ്സ് ജസ്റ്റ് കഴിഞ്ഞ ഒരു സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ബബിൾസ് ഫോം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഫോമിങ് നിങ്ങളുടെ യൂറിനിലും ആ ഒരു സമയത്ത് ഉണ്ടാവാം. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നിങ്ങൾ സിങ്ക് ആവുന്ന സമയത്തായിരിക്കും അങ്ങനെയുള്ളൊരു വ്യത്യാസം ഉണ്ടാവുന്നത്. നിങ്ങൾ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ഏർലി പ്രഗ്നൻസിയിലെ ഫസ്റ്റ് യൂറിനിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കളറിൽ വ്യത്യാസം വരുന്നു, യൂറിന്റെ കളറിൽ നമുക്ക് വ്യത്യാസം വരും. നമ്മൾ യൂറിൻ കളക്ട് ചെയ്തെടുക്കുമ്പോഴേക്കും അതിന്റെ ആ ഒരു നമ്മൾ നോർമലി ഉണ്ടാവുന്ന യൂറിന്റെ കളറിനെ അപേക്ഷിച്ച് ഒന്നുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് ആ യൂറിൻ പോകും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ഇതുപോലുള്ള വസ്തുക്കളായിട്ട് ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ആ ഒരു റിയാക്ഷനെ നമ്മൾ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നിരാശ മാത്രമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. സാധാരണയായിട്ട് ആ ഒരു യൂറിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഓവുലേഷൻ നടക്കുന്നതിന് ശേഷമുള്ള യൂറിനിലൊക്കെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിലാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ, നിങ്ങൾ യൂറിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല, നിങ്ങൾ യൂറിൻ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടാണ് യൂറിൻ നിങ്ങൾ കളക്ട് ചെയ്യുന്നതെങ്കിലൊക്കെ നമ്മുടെ ആ ഒരു കളറിൽ വ്യത്യാസം ഉണ്ടാകും. ഏർലി പ്രഗ്നൻസിയിലെ യൂറിൻ ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വീട്ടിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.